ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ആനകളുടെ കോട്ടയായ പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ദേവസ്വം വക ആനകളെയെല്ലാം ഇവിടെയാണ് പാർപ്പിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പുന്നത്തൂർ കോട്ടയിലെത്താം. ആദ്യമായി നമ്മളെ സ്വീകരിക്കാൻ തന്നെ നിൽക്കുന്നത് ഒരു മതപ്പാടുള്ള ആന കേട്ടോ. അവനിങ്ങനെ ആടി നിൽക്കുന്നത് കണ്ടില്ലേ, നല്ലൊരു ചന്തമുള്ളൊരു ആന കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഉയർത്തി നമ്മളെ അഭിവാദ്യം ചെയ്യുന്നത് പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. മകനത് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം തന്നെ. അങ്ങനെ കുറച്ച് വിട്ട് മാറി ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഒരു 30 ഏക്കറോളം ഈ ആനക്കോട്ട വ്യാപിച്ച് കിടക്കുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു കോട്ടയുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് മിക്ക ആനകളും നല്ലോണം തേച്ച് കുളിക്കുന്ന സമയമായിരുന്നേ. ഇവിടേക്ക് കയറാൻ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്, 10 രൂപയും കുട്ടികൾക്ക് 20 രൂപ, മുതിർന്നവർക്ക് അങ്ങനെ എന്തോ കേട്ടോ. അപ്പോൾ അതൊക്കെ മോനാണ് എടുത്തത്. ഇപ്പം നല്ലൊരു ഗജവീരനെ കണ്ടോ, അങ്ങ് ദൂരെയാണ് കേട്ടോ അത്. ആനകൾക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ ഇവർ ഈ പാവം പൈപ്പിലാണ് ഇവരെ കുളി. അപ്പോൾ അവർ പാപ്പാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചേരിയും പിന്നെ കല്ലൊക്കെ ഇട്ടിട്ട് ഉരച്ചിട്ടാണ് കേട്ടോ ഇവർ ഇതിൻ്റെ ചളി പോക്കുന്നത്. നമ്മളെ നഖമൊക്കെ വൃത്തിയാക്കുന്നത് പോലെ ആനേൻ്റെ നഖം അവർ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. കുരയ്ക്കുന്ന ഒച്ച കേട്ടില്ലേ, എന്തൊരു സൗണ്ടാണ്. ഇനി കർക്കിടകമായ ആനകൾക്ക് സുഖചികിത്സ ഉണ്ടാവും. ആനയ്ക്ക് പോലും അടി തെറ്റുന്ന കാലമാണ് കർക്കിടകം. അതുകൊണ്ടാണ് അവർക്കൊക്കെ നല്ല സുഖചികിത്സയൊക്കെ, ദേഹമൊക്കെ നന്നായി നോക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരും ചെയ്യാറില്ലേ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ കർക്കിടകത്തിൽ, അതുപോലെ അവർക്കും. ദേവസ്വം ജീവനക്കാരാണ് ഇവരോട് ഞാൻ ചോദിച്ചു ഇവിടെ എത്ര ആനയുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു ഇപ്പം 35 ആനയാണ്, മുമ്പ് അതിലും കൂടുതലുണ്ടായിരുന്നു എന്ന്. ഗുരുവായൂർ പത്മനാഭനൊക്കെ ചരിഞ്ഞല്ലോ, അപ്പോൾ ആനകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മോഴ ആനകളുണ്ട്, പിന്നെ കുറച്ച് പിടിയാനകളും ഉണ്ടെന്ന് പറഞ്ഞു. നെയിം ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരെയും മനസ്സിലാവുന്നില്ല കേട്ടോ. അവരൊക്കെ കുളിച്ച് സുന്ദരക്കുട്ടന്മാരായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ നെയിം ബോർഡൊക്കെ ഇട്ട് ഇറങ്ങുക. ആടയാഭരണങ്ങളാണ് അവരെ. ഇവിടുന്ന് പുറത്തേക്ക് വേറെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എഴുന്നള്ളത്തിനൊക്കെ ആനകൾ വിടാറുണ്ട് കേട്ടോ. 4500 എത്ര 5000 രൂപയൊക്കെ അടുത്താണ് അതിനുള്ള. കുഞ്ഞാണല്ലേ. ആനേനെ കൊണ്ടുവരാൻ കിട്ടണ്ട ആനേനെ. ഓ രസമുണ്ട്, നല്ല നിൽക്കുന്നുണ്ട്. ഫോട്ടോയ്ക്ക് പോകുന്നത് നിൽക്കുന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കയ്യിലൊന്നുമില്ല, ഞങ്ങൾ ആശയവിനിമയം ചെയ്ത
ഇല്ല. ഒരു കൊമ്പേ ഒരു കൊമ്പുള്ള ഈ ആനേനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൃത്രിമ കൊമ്പ് വെച്ച് കൊടുക്കുന്നു കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ കൊമ്പ് പോയതെന്ന് അറിയില്ല. ആരോടെ ഒന്നും അന്വേഷിക്കാനും ആരുമില്ലല്ലോ. കുറച്ച് വിട്ടുന്ന എടുത്തെറിയും ഉണ്ടോ? ചൊറിഞ്ഞിട്ടാ ചൊറി വന്നിട്ട് മേത്ത് പട്ടച്ച് ഒരാൾ പോവാൻ റെഡി ആയിട്ടാ പനമ്പട്ടേക്ക് ഇങ്ങോട്ടാ. ഇവിടെ ഓരോ ആനകൾക്കും അവരുടെ വെയിറ്റിനനുസരിച്ച് തൂക്കിയിട്ടാണ് ഈ പനമ്പട്ടയും ഓലയും പിന്നെ നമ്മളെ വാഴേൻ്റെ കുറച്ച് പൊട്ടിച്ച് തിന്നുന്നുണ്ട്. നല്ല ബുദ്ധി. ഇയാൾ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. കുട്ടിയുടെ അപ്പുറം വലിയ കൊമ്പാണല്ലോ. അതിൻ്റെ ചെവീൻ്റെ അടുത്ത് കോല് വെച്ച് പോയത് അതുകൊണ്ട് അത് അനങ്ങാത്ത. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫോർ എലിഫൻസ്. നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ. അവിടെ ആനകളുടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വരച്ചതും ഫോട്ടോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അവിടുന്ന് ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരുപാട് ആനകളെ സന്തോഷിച്ച് മനസ്സ് നിറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഒരു ആനപ്രേമിയായ എനിക്ക് നല്ലൊരു സന്തോഷം തരുന്ന കാഴ്ചയായിരുന്നു. അപ്പോൾ 12 മണിയല്ലേ ആയിട്ടുള്ളൂ. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ വളരെ താമസിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കടന്നു പോകുന്നത് നിളാനദിക്ക് മുകളിലൂടെ നമ്മുടെ ഭാരതപ്പുഴ. ഒരുപാട് പാട്ടുകൾ നമുക്ക് ഈ നിളാനദി കാണുമ്പോൾ ഓർമ്മ വരില്ലേ? മാമാങ്കം പലകുറി കൊണ്ടാടി, പിന്നെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്നുള്ള പാട്ടൊക്കെ
അപ്പം അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ടാറ്റാ, ബൈ ബൈ.